താല്പര്യ നിർണയം ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത്. പദം, പദാർത്ഥം, വാക്യം, വാക്യാർത്ഥം എന്നീ വഴിക്കാണ് ശബ്ദപ്രമാണം പ്രവർത്തിക്കുന്നത്. ഈ അർത്ഥജ്ഞാനമെല്ലാം താത്പര്യജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. പദാർത്ഥജ്ഞാനമായാലും വാക്യാർത്ഥജ്ഞാനമായാലും അത് താത്പര്യജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. താത്പര്യം എന്ന് പറയുന്നത് വക്താവിൻ്റെ ഇച്ഛയാണ്. വക്തുരിച്ഛ താത്പര്യം. വക്താവിൻ്റെ ഇച്ഛയാണ് താത്പര്യം. വക്താവ് എന്ത് ഇച്ഛിച്ച് പറഞ്ഞുവോ അത് താല്പര്യം. ഒരു വാക്യം പ്രയോഗിക്കുന്ന ആൾക്ക് ബോധിപ്പിക്കാൻ ഒരർത്ഥമുണ്ട്. ആ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് ആ അർത്ഥത്തെ വിനിമയം ചെയ്യാൻ വേണ്ടിയാണ് അയാൾ വാക്യം പ്രയോഗിക്കുന്നത്. വക്താവിൻ്റെ ഇച്ഛ ഈ അർത്ഥം വിനിമയം ചെയ്യപ്പെടണം എന്നാണ്. അതാണ് താത്പര്യം. ഈ താത്പര്യം എന്താണ് എന്നറിഞ്ഞാൽ മാത്രമേ വാക്യത്തിൻ്റെയോ പദത്തിൻ്റെയോ അർത്ഥം ഇന്നതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുള്ളൂ. എന്താണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം? പദവും പദാർത്ഥം അറിയാതെ എങ്ങനെയാണ് താല്പര്യം അറിയുക എന്ന സംശയം ഉണ്ടാവും. ഈ താത്പര്യം എന്നത് മുഴുവൻ ഗ്രന്ഥത്തിലും വ്യാപിച്ചിരിക്കുന്നതാണ്. വക്താവിൻ്റെ താത്പര്യം ഒരു വാക്യത്തിൽ ഒതുങ്ങിയിരിക്കുന്നതല്ല. ആ വക്താവ് പ്രയോഗിച്ചിട്ടുള്ള എല്ലാ വാക്യങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതാണ് താത്പര്യം. മുഴുവൻ ഗ്രന്ഥത്തിലുമായിട്ട് ഇരിക്കുന്നു താത്പര്യം. ഗ്രന്ഥത്തെ മീമാംസ ചെയ്ത് നോക്കിയിട്ടാണ് താത്പര്യജ്ഞാനം സമ്പാദിക്കേണ്ടത്. ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഗ്രന്ഥത്തിൽ നിന്ന് എങ്ങനെ താത്പര്യജ്ഞാനം ഉണ്ടാകും എന്നാണ് ചിന്തിക്കേണ്ടത്. അതിന് 7 അടയാളങ്ങൾ പറയപ്പെട്ടിരിക്കുന്നു. സപ്തലിംഗങ്ങൾ എന്ന ഇതിന് പേര്. സപ്തലിംഗങ്ങൾ, 7 അടയാളങ്ങൾ. ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം. ലിഗി ഗതൗ എന്ന ധാതുവിൽ നിന്ന് ഉണ്ടാകുന്ന പദമാണ് ലിംഗം. ഗതി എന്നർത്ഥമുള്ള എല്ലാ ധാതുക്കൾക്കും അറിയുക എന്നും അർത്ഥമുണ്ട്. അത് പൊതുവായ നിയമമാണ്. ഗത്യർത്ഥകാനാം ജ്ഞാനാർത്ഥകത്വം. ഗതി എന്നർത്ഥമുള്ള എല്ലാ ധാതുക്കൾക്കും ജ്ഞാനമെന്നും അർത്ഥമുണ്ട്. ഇവിടെ ലിഖിഗതൗ എന്ന ധാതുവിനും ജ്ഞാനാർത്ഥമുണ്ട്. പോവുക എന്നും അർത്ഥമുണ്ട്, അറിയുക എന്നും അർത്ഥമുണ്ട്. ഈ അറിയുക എന്ന അർത്ഥത്തിലാണ് ലിംഗം എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ലിംഗയതി, ഇത് ലിംഗം. ലിംഗയതി അറിയിക്കുന്നു. ലിംഗയതി ജ്ഞാപയതി അറിയിക്കുന്നു, ഇത് ലിംഗം. അറിയിക്കുന്നത് എന്നാണ് ലിംഗം എന്ന വാക്കിന്റെ അർത്ഥം. അതിനെയാണ് മലയാളത്തിൽ അടയാളം എന്ന് പറയുക. അടയാളം കൊണ്ട് അറിയുന്നു. അപ്പൊ സപ്തലിംഗങ്ങൾ എന്ന് പറയുന്നത് 7 അടയാളങ്ങളാണ്. ഏതൊക്കെയാണ് 7 അടയാളങ്ങൾ? ഉപക്രമോപസംഹാരോ അഭ്യാസോ അപൂർവതാ ഫലം അർത്ഥവാദോപപത്തീച ലിംഗം താത്പര്യ നിർണയേ. ഉപക്രമ ഉപസംഹാരവും, ഉപക്രമവും ഉപസംഹാരവും. ഉപക്രമം തുടക്കം. എങ്ങനെയാണ് ഈ ഗ്രന്ഥം ആരംഭിച്ചത്?
ഒരു ഗ്രന്ഥത്തിന്റെ താല്പര്യം പോലെ തന്നെ ആ ഗ്രന്ഥത്തിലെ ഓരോ പ്രകരണത്തിന്റെയും താല്പര്യം ചിന്തിക്കാം. ഓരോ പ്രകരണത്തിലും ഈ താല്പര്യത്തിന്റെ ഓരോ അംശങ്ങൾ ഉണ്ടാകാം. അപ്പൊ പ്രകരണത്തിന്റെ താല്പര്യം, ഗ്രന്ഥത്തിന്റെ താല്പര്യം. ഒരു ഗ്രന്ഥത്തിൽ അനേകം പ്രകരണങ്ങൾ ഉണ്ടാവും. ആ എല്ലാ പ്രകരണം കൂടിയ മഹാപ്രകരണമാണ് ഗ്രന്ഥം. അപ്പൊ മഹാപ്രകരണം എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം. അതിനകത്ത് പല പ്രകരണങ്ങൾ ഉണ്ട്. ഓരോ പ്രകരണത്തിനും ഈ സപ്തലിംഗങ്ങൾ വെച്ചിട്ട് ഈ പ്രകരണത്തിന്റെ താല്പര്യം ഇന്നതാണ് എന്ന് തീരുമാനിക്കാം. അത് മൊത്തം ഗ്രന്ഥ താല്പര്യത്തിന്റെ അംശം ആയിരിക്കും. അതിന്റെ ഏതെങ്കിലും ഒരു വശം, ഒരു ആസ്പെക്ട് ആയിരിക്കും. അപ്പൊ ഇതെങ്ങനെ ഉപക്രമിച്ചു, എങ്ങനെ തുടങ്ങി? ഈ തുടക്കത്തെയാണ് ഉപക്രമം, ആരംഭം എന്നർത്ഥം ഉപക്രമത്തിന്. അതെങ്ങനെ ഇത് നോക്കാൻ കാരണം, ഈ ബോധിപ്പിക്കേണ്ട അർത്ഥം പറഞ്ഞുകൊണ്ടോ ധ്വനിപ്പിച്ചുകൊണ്ടോ ആയിരിക്കും എപ്പോഴും വക്താവ്, ഞങ്ങൾ ഗ്രന്ഥകർത്താവ് ഗ്രന്ഥം ആരംഭിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞു തുടങ്ങില്ല. തുടങ്ങുന്നത് എപ്പോഴും പ്രധാനമായ ആശയം എന്താണോ അനുവാചകരെ അഥവാ ശ്രോതാവിനെ ബോധിപ്പിക്കേണ്ടത്, ആ പ്രധാന അർത്ഥത്തെ വെച്ചുകൊണ്ടായിരിക്കും ഗ്രന്ഥം ആരംഭിക്കുക. അതുകൊണ്ട് ഈ ആരംഭം, അതായത് ഉപക്രമം, താല്പര്യം അറിയുന്നതിനൊരു അടയാളമായിട്ട് തീരും. ഇനി ഉപസംഹാരം, ഉപസംഹരിച്ച അവസാനം, എങ്ങനെ അവസാനിപ്പിച്ചു? അവസാനിപ്പിക്കുമ്പോഴും ഈ താല്പര്യം കാണിച്ചുകൊണ്ടായിരിക്കും അവസാനിപ്പിക്കുക. അതുകൊണ്ട് ഈ തുടക്കവും ഒടുക്കവും താല്പര്യം അറിയാനുള്ള രണ്ട് അടയാളങ്ങളായിട്ട്, രണ്ട് ലിംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. ഇതാണ് ഉപക്രമ ഉപസംഹാരവും. ഇനി അഭ്യാസ, അഭ്യാസം എന്ന് പറയുന്നത് ആവർത്തനത്തെയാണ്. എന്താണ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്? താല്പര്യത്തെയാണ് ആവർത്തിക്കുക, അല്ലാത്തത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ഗ്രന്ഥത്തിൽ പറയുന്ന എല്ലാ വാക്യങ്ങളും ഈ താല്പര്യം പ്രതിപാദിക്കുന്ന വാക്യങ്ങളായിരിക്കില്ല. അപ്പൊ താല്പര്യവദ് വാക്യങ്ങള്, അതാത്പര്യവദ് വാക്യങ്ങള്, ഇങ്ങനെ വാക്യങ്ങളെ വിഭജിച്ച് പഠിക്കാറുണ്ട്. താത്പര്യവത്, താത്പര്യത്തോട് കൂടിയത്. ഈ വാക്യത്തിൽ ഗ്രന്ഥത്തിന്റെ താല്പര്യം പറയപ്പെട്ടിട്ടുണ്ട്. ഇത് താത്പര്യവദ് വാക്യങ്ങൾ. അങ്ങനെ അല്ലാതെയും ഉണ്ടാകാം. ആ താല്പര്യം പറയണമെങ്കിൽ വേറെ പലതും പറയേണ്ട ആവശ്യമുണ്ട്. അപ്പൊ താത്പര്യ ബോധകത്തിന് ഉപോത്ബലകമായ വേറെ ധാരാളം വാക്യങ്ങൾ ഉണ്ടാവും. ഈ താല്പര്യത്തെ സഹായിക്കാൻ വേണ്ടിയാണ്, താത്പര്യ ബോധനത്തെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. അത് സ്വയം താല്പര്യമല്ല. ഇത് അതാത്പര്യവദ് വാക്യങ്ങൾ, താത്പര്യവത്ത് അല്ലാത്ത വാക്യം. താത്പര്യത്തെയാണ് എപ്പോഴും ആവർത്തിക്കുക. അതാത്പര്യവദ് വാക്യങ്ങൾ ആവർത്തിക്കില്ല, അതൊരു തവണ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. താത്പര്യവദ് വാക്യങ്ങളെ ആവർത്തിക്കുന്നു. ഈ ആവർത്തനമാണ് അഭ്യാസം. അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കാണുമ്പോൾ ഇതിലാണ് ഗ്രന്ഥകാരന് താല്പര്യം എന്ന് തീരുമാനിക്കാം. ഇതാണ് അഭ്യാസം എന്ന ലിംഗം. അപൂർവത, അപൂർവം, മുമ്പില്ലാത്തത്. ഇതിനു മുൻപ് ആരും പറഞ്ഞിട്ടില്ലാത്ത എന്താണ് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതാണ് ആ ഗ്രന്ഥത്തിന്റെ അപൂർവത. ഗ്രന്ഥം രചിക്കുന്നത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒന്നും പറയേണ്ടി വരുമ്പോഴാണ്. പറഞ്ഞത് പറയാൻ പിന്നെ ഗ്രന്ഥം ഉണ്ടാവേണ്ട കാര്യമില്ല, അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആരും പറഞ്ഞിട്ടില്ലാത്ത പുതിയ ഒരാശയം പറയാനാണ് ഗ്രന്ഥം രചിക്കുന്നത്. ഓരോ ഗ്രന്ഥത്തിലും എന്താണോ അപൂർവമായിട്ടുള്ളത് അതിലാണ് ആ ഗ്രന്ഥത്തിന്റെ താല്പര്യം. നേരത്തെ പറഞ്ഞതുപോലെ അപൂർവമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അതിൽ താല്പര്യമില്ല. താല്പര്യം അപൂർവത്തിലാണ്.
അപൂർവത എന്ന ലിംഗം. പിന്നെ ഫലം. ഫലം എന്ന് പറഞ്ഞാൽ പ്രയോജനം. എന്താണ് ഈ ഗ്രന്ഥത്തിന്റെ യും ഇരിക്കാം. പറഞ്ഞിട്ടില്ലെങ്കിലും ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഗ്രന്ഥം പഠിച്ചാൽ കിട്ടുന്ന പ്രയോജനം ഇതാണ് എന്ന്. നമുക്ക് വേദത്തിൽ പറഞ്ഞ അർത്ഥവാദം തന്നെ സ്വതന്ത്രമായി താല്പര്യമില്ലാത്തതും വേറെ ഏതെങ്കിലും അർത്ഥത്തെ നിന്ദിക്കാനോ സ്തുതിക്കാനോ വേണ്ടി പ്രയോഗിക്കുന്നതുമാണ്. അതാ എന്തയോ സ്തുതിയോ താല്പര്യമായിട്ട് വരുന്ന വാക്യമാണ് അർത്ഥവാദം. അതിന് സ്വതന്ത്രമായ താല്പര്യമില്ല. അപ്പൊ അത് ഗ്രന്ഥത്തിന്റെ താല്പര്യത്തിൽ പെടുന്നില്ല. എന്തായാലും കാരണം അർത്ഥവാദത്തിനൊന്നും സ്വതന്ത്രം. ഇങ്ങനെ അർത്ഥവാദം. ഇനി ഉപപത്തി. ഉപപത്തി എന്ന അർത്ഥം സിദ്ധിച്ചിരിക്കുന്നു. ഇത് ഇന്ന പ്രകാരത്തിലാണ്, വേറെ പ്രകാരത്തിലല്ല എന്നിങ്ങനെ തീർച്ചയായിട്ട് എടുത്ത് കാണിക്കുന്നതാണ് ഉപപത്തി. ഉപപത്തി കൊണ്ട് താത്പര്യം എന്താണ് എന്ന് മനസ്സിലാവും. ഇങ്ങനെ 7 താല്പര്യം അറിയാനുള്ള ലിംഗങ്ങൾ. ഇങ്ങനെ ഉണ്ടാകുന്ന വാക്യാർത്ഥജ്ഞാനത്തെ ശാബ്ദജ്ഞാനം എന്ന് വിളിക്കുന്നു. ശാബ്ദജ്ഞാനം, ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം ശാബ്ദജ്ഞാനം. ശാബ്ദബോധം എന്നും പേരുണ്ട്. ശാബ്ദബോധം. ശാബ്ദി പ്രമ, ശബ്ദത്തിൽ നിന്ന് ജനിച്ച യഥാർത്ഥ ജ്ഞാനം. ശാബ്ദി പ്രമ. ശാബ്ദജ്ഞാനം, ശബ്ദബോധം, ശാബ്ദി പ്രമ ഇതെല്ലാം ശബ്ദപ്രമാണം കൊണ്ട് ഉണ്ടാകുന്ന പ്രമയുടെ പേര്. ഈ ശബ്ദപ്രമാണം എന്ന് പറയുന്നിടത്ത് ശബ്ദം എന്നതുകൊണ്ട് വാക്യത്തെയാണ് വിവക്ഷിക്കുന്നത്, പദത്തെ അല്ല. ശബ്ദം എന്നാൽ വാക്യം. എപ്പോഴും പ്രമാണമായിട്ട് പറയുന്നത് വാക്യത്തെയാണ്. ഇങ്ങനെ പ്രമാണത്തെ സംബന്ധിച്ച് ചില അടിസ്ഥാനപരമായ വിഷയങ്ങൾ ചിന്തിക്കാനുണ്ട്. പ്രമാണങ്ങളിൽ വെച്ച് രാക്ഷസീകരിക്കാൻ പറ്റുന്ന ഏക പ്രമാണം ശബ്ദപ്രമാണമാണ് എന്ന് നേരത്തെ പറഞ്ഞു. രാക്ഷസ വിദ്യാശാഖകളെല്ലാം രാക്ഷസമായ ശബ്ദപ്രമാണങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുന്നവയാണ്. രാക്ഷസമായ വാക്യങ്ങളെ കൊണ്ട് ജീവിക്കുന്നവയാണ്. ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇത് വിപരീത ജ്ഞാനമാണെന്ന് തിരിച്ചറിയാൻ വാസ്തവത്തിൽ പ്രയാസമില്ല. വൈക്യക്ലേശം കൂടാതെ ഈ വാക്യങ്ങൾ പറയുന്നത് യഥാർത്ഥ ജ്ഞാനമല്ല, ഇത് വിപരീത ജ്ഞാനമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
പക്ഷെ അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളെ അധികം കാണുന്നില്ല. വളരെ വിരളമായിട്ട് മാത്രമേ ഇങ്ങനെ തിരിച്ചറിയുന്ന ആളുകളെ കാണാറുള്ളൂ. വിവേകശൂന്യമായിട്ട് ഇത് യഥാർത്ഥ ജ്ഞാനമാണ് എന്ന് അംഗീകരിക്കുന്ന ആളുകളെ ധാരാളമായിട്ട് കാണാനും പറ്റും. ഇതാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദുരന്തം. മുഴുവൻ ജീവിതത്തിലും ദുരന്തമാണ്. അതൊരു ബൗദ്ധിക ദുരന്തമല്ല, ഇതൊരു വൈജ്ഞാനിക ദുരന്തമല്ല, ഇത് ജീവിത ദുരന്തമാണ്. മുഴുവൻ ജീവിതത്തിലും വ്യാപിച്ചിരിക്കുന്ന ദുരന്തമാണിത്. കാരണം നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജ്ഞാനത്തെ അനുസരിച്ചിട്ടാണ്, അല്ലാണ്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഓരോ വ്യക്തിയും ജീവിക്കുന്നത് അയാളുടെ ജ്ഞാനത്തെ അനുസരിച്ചിട്ടാണ്. അപ്പൊ ജീവിതം ജ്ഞാനാസ്പദമായതുകൊണ്ട് ജ്ഞാനത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടായാൽ അത് ജീവിതത്തിലും ഉണ്ടാകും. വിപരീത ജ്ഞാനം വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ജീവിതവും വിപരീതമാകും. ജീവിതം പുരുഷാർത്ഥകാരി അല്ലാതെയാകും, ജീവിതം വിനാശകാരിയാവും. അതുകൊണ്ട് ഇങ്ങനെ വകതിരിവില്ലാതെ ഈ കപട പ്രമാണങ്ങളെ അംഗീകരിച്ച് വിപരീത ജ്ഞാനങ്ങൾ യഥാർത്ഥ ജ്ഞാനമാണ് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നത് നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തലാണ്. ഒന്നും അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ നമുക്ക്. ഒരറിവില്ല ജീവിച്ചിരുന്ന കാലം. ഒരു ശാസ്ത്രവും ഇല്ല, ഒരു ചർച്ചയും ഇല്ല. ചുറ്റുപാടും നോക്കുക, കാണുന്നത് മനസ്സിലാക്കുക. ക്രമേണയാണ് ഈ മനസ്സിലാക്കിയത് വെച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത്. ആദ്യകാലത്ത് മനുഷ്യനുണ്ടായിരുന്ന ജ്ഞാനം പ്രത്യക്ഷ ജ്ഞാനം മാത്രമാണ്. ചുറ്റും നോക്കിയാൽ കാണുന്നത് എന്തോ അതാണ് ജ്ഞാനം. ക്രമേണ അതിൽ നിന്ന് പിന്നെ ചിന്ത ആരംഭിക്കുന്നു. അപ്പൊ അനുമാനം എന്ന രണ്ടാമത്തെ പ്രമാണം ജനിക്കുന്നു. ഈ പ്രത്യക്ഷമായിട്ട് കാണുന്നതിൽ നിന്ന് കാണാൻ കഴിയാത്തതിനെ ചിന്തിച്ച് അറിയുന്ന നിലയിലേക്ക് വരുന്നു. ഇങ്ങനെ ദീർഘകാലം കൊണ്ടാണ് നമുക്ക് ഈ ജ്ഞാനവും ജ്ഞാന പദ്ധതിയും ഒക്കെ ഉണ്ടായി വരുന്നത്. ഒരറിവുമില്ലാതെ ജീവിച്ചാൽ വലിയ അപകടമില്ല. പക്ഷെ വിപരീതമായ അറിവ് വെച്ച് ജീവിച്ചാൽ അത് വലിയ അപകടമാണ്. ഇപ്പൊ രാക്ഷസ വിദ്യയിൽ നിന്ന് രക്ഷപ്പെടണം. രാക്ഷസ വിദ്യ എന്ന് പറയുന്ന അർത്ഥം തന്നെ അതാണ്. രക്ഷന്തി അസ്മാത് ഇത് രാക്ഷസ. ആരിൽ നിന്ന് രക്ഷപ്പെടേണ്ടിയിരിക്കുന്നുവോ അവൻ രാക്ഷസൻ. ഏതിൽ വിദ്യയിൽ നിന്ന് രക്ഷപ്പെടണമോ ആ വിദ്യ രാക്ഷസ വിദ്യ, രാക്ഷസീ വിദ്യ എന്ന് പറയാം. രാക്ഷസീജ സാ വിദ്യാജ, ഇത് രാക്ഷസിയുമാണ് വിദ്യയുമാണ്. രാക്ഷസിയായ വിദ്യ എന്ന് പറഞ്ഞാൽ ഈ വിദ്യയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളണം. ഇത് വിപരീത ജ്ഞാനമാണ്. ഇത് നിങ്ങളുടെ ബുദ്ധിയെ നശിപ്പിക്കും, ക്രമേണ നിങ്ങളുടെ ജീവിതത്തെയും നശിപ്പിക്കും. അതുകൊണ്ട് ഈ വിദ്യയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളണം എന്ന അർത്ഥത്തിൽ ഇതിന് രാക്ഷസ വിദ്യ എന്ന് പേരിട്ടു. രാക്ഷസ പ്രമേയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രാക്ഷസ പ്രമാണത്തിൽ നിന്ന് രക്ഷ വേണം. രാക്ഷസ പ്രമാണത്തെ പ്രമാണമായിട്ട് അംഗീകരിച്ചാൽ അതിൽ നിന്ന് രാക്ഷസ ആശയങ്ങൾ, ഈ വിപരീത ആശയങ്ങൾ, വിപരീത ജ്ഞാനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആദ്യം പ്രമാണത്തെ വകതിരിച്ചറിയണം. ഇത് ശരിയായ പ്രമാണമല്ല, ഈ പ്രമാണം തന്നെ രാക്ഷസമാണ് എന്നറിഞ്ഞ് അവിടെ വെച്ച് അതിനെ ഉപേക്ഷിക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ പ്രമാണങ്ങളെ സംബന്ധിച്ച് കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യുന്നു. ഇപ്പൊ രണ്ട് വിഷയങ്ങള് നമുക്കിവിടെ ആലോചിക്കാം. ഒന്ന്, പ്രമാണങ്ങളുടെ പരസ്പര ബന്ധം. പ്രമാണങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം.
പ്രമാണങ്ങൾക്ക് തമ്മിൽ 4 വിധം സംബന്ധങ്ങൾ ഉള്ളതായിട്ട് പറയുന്നു. ഒന്ന്, പ്രാണപ്രദ പ്രാണനീയ ഭാവ സംബന്ധം. പ്രാണപ്രദ പ്രാണനീയ ഭാവ സംബന്ധം. പ്രാണപ്രദം പ്രാണനീയം എന്ന ഭാവത്തിലുള്ള സംബന്ധം. ഒരു പ്രമാണം പ്രാണപ്രദമാണ്, വേറൊരു പ്രമാണം പ്രാണനീയം ആണ്. അതായത് ഒരു പ്രമാണം വേറൊരു പ്രമാണത്തിന് പ്രാണപ്രദം ആയിട്ടിരിക്കുന്നു. ആ പ്രമാണം ആദ്യത്തെ പ്രമാണത്താൽ പ്രാണനീയം ആയിട്ട് ഇരിക്കുന്നു. ഇതാണ് പ്രാണപ്രദ പ്രാണനീയ ഭാവ സംബന്ധം. ഒരു പ്രമാണത്തിന്റെ പ്രാമാണ്യം വേറെ പ്രമാണത്തെ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ ആ വേറെ പ്രമാണം ആദ്യത്തെ പ്രമാണത്തിന് പ്രാണപ്രദം ആകുന്നു. ഒരു പ്രമാണത്തിന്റെ പ്രാമാണ്യം തന്നെ വേറൊരു പ്രമാണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വേറൊരു പ്രമാണത്തിൽ നിന്നാണ് തനിക്ക് പ്രാമാണ്യം കിട്ടുന്നത്. അങ്ങനെ ഇരിക്കുന്ന 2 പ്രമാണങ്ങൾ. ഇതിൽ ആദ്യത്തേത് ഏതിൽ നിന്നാണോ മറ്റൊന്നിന് പ്രമാണം സിദ്ധിക്കുന്നത് അതിനെയാണ് പ്രാണപ്രദം. പ്രാണനെ പ്രദാനം ചെയ്യുന്നത്, ജീവിതം കൊടുക്കുന്നത് എന്നർത്ഥം. അത് പ്രാണപ്രദം. പ്രാണൻ സ്വീകരിക്കുന്നത് പ്രാണനീയം. വേറൊരു പ്രമാണത്തിൽ നിന്ന് ജീവിതം സ്വീകരിക്കുന്നു. ആ പ്രമാണം കൊണ്ട് തനിക്ക് പ്രാമാണ്യം കിട്ടിയിട്ട് താൻ പ്രമാണ രൂപേണ ജീവിക്കുന്നു. അങ്ങനെയുള്ളത് പ്രാണനീയം. ജീവിതം കിട്ടേണ്ട പ്രമാണം ഏതാണോ അത് പ്രാണനീയം. ഉദാഹരണം നോക്കാം. ശബ്ദപ്രമാണം. ശബ്ദപ്രമാണത്തെ സംബന്ധിച്ച് നിലവിലുള്ള ധാരണ, നിലവിൽ ശാസ്ത്രങ്ങളെല്ലാം രാക്ഷസവിദ്യ ആക്കി വച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു വരുന്നത് ഓർക്കുക. രാക്ഷസവിദ്യയുടെ അഭിപ്രായമാണ് പറയാൻ പോകുന്നത്. ആപ്തവാക്യമാണ് ശബ്ദപ്രമാണം. ശബ്ദപ്രമാണത്തെ നിർവചിക്കുന്നത് തന്നെ ആപ്തവാക്യം എന്നാണ്. ആപ്തന്റെ വാക്യം ആപ്തവാക്യം. ആപ്തനെ നിർവചിക്കുന്നത് ഉള്ളതുപോലെ കാണുകയും കണ്ടതുപോലെ പറയുകയും ചെയ്യുന്നവൻ ആപ്തൻ. യഥാർത്ഥ ദ്രഷ്ട യഥാദൃഷ്ട വക്താച ആപ്ത. അങ്ങനെയുള്ള ആപ്തന്റെ വാക്യമാണ് ആപ്തവാക്യം. ആപ്തൻ പറഞ്ഞതുകൊണ്ടാണ് അത് പ്രമാണമാവുന്നത്. അപ്പൊ ആപ്തനിൽ നിന്ന് വാക്യത്തിന് പ്രാമാണ്യം കിട്ടുന്നു. അപ്പൊ ആപ്തനോട് പ്രാണപ്രദൻ ആണ്. ശബ്ദപ്രമാണത്തിന് പ്രാമാണ്യം കിട്ടുന്നത് വക്താവായ ആപ്തനിൽ നിന്നാണ്. ആപ്തൻ പ്രാണപ്രദൻ ആകുന്നു, ശബ്ദപ്രമാണം പ്രാണനീയം ആകുന്നു. അങ്ങനെ ആപ്ത പ്രാണനീയമായിട്ടുള്ള പ്രമാണമാണ് ശബ്ദപ്രമാണം. ഇത് രാക്ഷസവിദ്യയുടെ അഭിപ്രായം ആണ്. ഇനി എന്താണ് യാഥാർത്ഥ്യം എന്ന് നോക്കാം. ഒരു വാക്യം ഒരാൾ പറയണമെങ്കിൽ ഏതർത്ഥത്തെ അധികരിച്ച് ആ വാക്യം പറഞ്ഞുവോ ആ അർത്ഥം വക്താവിന് നേരത്തെ തന്നെ നിശ്ചയമുണ്ടാവണം. തനിക്ക് അറിഞ്ഞുകൂടാത്ത അർത്ഥം ഒരാൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വക്താവ് നേരത്തെ അറിഞ്ഞു വെച്ചിരിക്കുന്ന അർത്ഥത്തെയാണ് വാക്യം കൊണ്ട് പറയുന്നത്. ആ വക്താവിന് ആ ജ്ഞാനം ഉണ്ടായത് ആ വാക്യം കൊണ്ടല്ല. കാരണം ആ വാക്യം തന്നെ ആ സമയത്തില്ല. ആ വക്താവ് പറഞ്ഞപ്പോഴാണ് ആ വാക്യം ഉണ്ടായത്.
പിന്നീട് വരുന്നവർക്ക് ആ വാക്യം പ്രമാണവാക്യമാവാം. ആപ്തന് അത് പ്രമാണവാക്യമല്ലല്ലോ, കാരണം അയാളുടെ കാലത്ത് ആ വാക്യം ഇല്ല, അയാളാണ് വാക്യം ഉണ്ടാക്കിയത്. അപ്പൊ ആ വാക്യം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വക്താവിന് ഈ അർത്ഥം അറിയാമായിരുന്നു. അത് അയാൾ എങ്ങനെ അറിഞ്ഞു? ഇതറിയാൻ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നുകിൽ പ്രത്യക്ഷം കൊണ്ട് അറിയണം, അയാൾ കണ്ട് അറിഞ്ഞു, കേട്ട് അറിഞ്ഞു, തൊട്ട് അറിഞ്ഞു, രുചിച്ച് അറിഞ്ഞു. അല്ലെങ്കിൽ മനനം ചെയ്ത് നിധിധ്യാസിച്ചു, മാനസ പ്രത്യക്ഷമായിട്ട് അനുഭവിച്ചറിഞ്ഞു. എങ്ങനെ അറിഞ്ഞാലും ഇതിനെല്ലാം പറയുന്ന പേര് പ്രത്യക്ഷം എന്നാണ്. ചാക്ഷുഷ പ്രത്യക്ഷം, കണ്ടറിഞ്ഞത് ചാക്ഷുഷ പ്രത്യക്ഷം, കേട്ടറിഞ്ഞത് ശ്രാവണ പ്രത്യക്ഷം, തൊട്ടറിഞ്ഞത് ത്വാച പ്രത്യക്ഷം, ത്വക്ക് ആണ് സ്പർശനേന്ദ്രിയം. അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യക്ഷം ത്വാച പ്രത്യക്ഷം. രുചിച്ചറിഞ്ഞെങ്കിൽ അത് രസനാ പ്രത്യക്ഷമാണ്, രസനാക്ക്. അതുപോലെ മണത്തറിയാം, ഘ്രാണപ്രത്യക്ഷം. ഇതിന്റെ ഗന്ധം ഇന്നതാണെന്ന് ഒരാൾ നേരിട്ട് മണത്ത് നോക്കിയിട്ട് അറിഞ്ഞു, എന്നിട്ട് അയാൾ പറയുന്നു ഇതിന്റെ ഗന്ധം എങ്ങനെയാണ്. പറയാൻ പറ്റുന്നുള്ളത് വേറെ വിഷയം. ഈ അനുഭവങ്ങളൊന്നും വാസ്തവത്തിൽ പറയാൻ പറ്റില്ല. അത് അറിയേണ്ട ആള് സ്വയം അനുഭവിച്ച് തന്നെ അറിയണം. ഇങ്ങനെ പ്രത്യക്ഷം കൊണ്ട് അപൂർവജ്ഞാനം ഒരുവന് ഉണ്ടാവും. അതിനെ അയാൾ വാക്യത്തിലാക്കും. ആരും കണ്ടിട്ടില്ലാത്ത ഒന്ന് കണ്ട ആള് താൻ കണ്ടതിനെ വാക്യം കൊണ്ട് പറയുന്നു. അപ്പൊ ഒരു ശബ്ദപ്രമാണം ജനിച്ചു. അതല്ലെങ്കിൽ മനനം ചെയ്തറിഞ്ഞ മാനസ പ്രത്യക്ഷം കൊണ്ടുണ്ടായത് പറഞ്ഞു. ഇങ്ങനെ പ്രത്യക്ഷം കൊണ്ട് അറിഞ്ഞത് വാക്യത്തിൽ പറയുന്നു. അങ്ങനെ പ്രത്യക്ഷ പ്രമാണത്തിൽ നിന്ന് വാക്യം ഉണ്ടാകും. അങ്ങനെയല്ല എങ്കിൽ പിന്നെ ഒരു വഴിയുള്ളത് അനുമാനം കൊണ്ടറിയലാണ്. ഈ വക്താവും ഈ വിഷയം കണ്ടിട്ടില്ല, പ്രത്യക്ഷമല്ല, അനുമാനം കൊണ്ടറിഞ്ഞു. അനുമാനം കൊണ്ടറിഞ്ഞതിനെ അയാൾ വാക്യത്തിൽ പറഞ്ഞു. പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ അറിഞ്ഞതേ വാക്യത്തിൽ പറയാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ ശബ്ദപ്രമാണത്തിന് എന്താണ് പ്രാണനീയം? ഈ ജ്ഞാനം എങ്ങനെയാണ് ഉദ്ഭവിച്ചത്? അതാണല്ലോ അതിൻ്റെ ശബ്ദാവിഷ്കരണത്തിന് പ്രാമാണ്യം കൊടുത്തത്. പ്രത്യക്ഷം കൊണ്ട് അറിഞ്ഞ അർത്ഥമാണ് വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ വാക്യത്തിന് പ്രാമാണ്യം കിട്ടുന്നത് അതിനാസ്പദമായ പ്രത്യക്ഷത്തിൽ നിന്നാണ്. അപ്പൊ പ്രത്യക്ഷമാണ്, പ്രത്യക്ഷ പ്രമാണമാണ് അവിടെ ശബ്ദപ്രമാണത്തിന് പ്രാണപ്രദം ആയിട്ട് വരുന്നത്. പ്രത്യക്ഷ പ്രാണനീയമാണ് ആ ശബ്ദപ്രമാണം. പ്രത്യക്ഷം പ്രാണപ്രദം, ശബ്ദം പ്രാണനീയം. ാണ് പറഞ്ഞതെങ്കിൽ ആ അനുമാന പ്രമാണമാണ് ശബ്ദപ്രമാണത്തിന് പ്രാണപ്രദം ആയ പ്രമാണം. അനുമാനത്തിൽ നിന്നാണ് ശബ്ദത്തിന് പ്രാമാണ്യം കിട്ടിയത്. ആ അനുമാനം ഇല്ലായിരുന്നുവെങ്കിൽ ആ ശബ്ദം ഉണ്ടാവില്ല. ആ പ്രത്യക്ഷമില്ലെങ്കിൽ
ആ ശബ്ദം ഉണ്ടാവില്ല. പ്രത്യക്ഷമോ അനുമാനമോ ആണ് ശബ്ദത്തിന് പ്രാണപ്രദം ആയിരിക്കുന്നത്. രാക്ഷസവിദ്യയിൽ ഈ വസ്തുതയെ നിഷേധിച്ചുകൊണ്ട് വക്താവാണ് പ്രാണപ്രദൻ എന്ന് പറയുന്നു. എന്താണ് ഇതിന് കാരണം? ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? രാക്ഷസന്മാർക്ക് പ്രത്യക്ഷത്തോടോ അനുമാനത്തോടോ ഇത്ര വൈരം വരാൻ എന്താണ് കാരണം? പ്രത്യക്ഷത്തെയും അനുമാനത്തെയും അവർക്ക് സഹിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അത് പറ്റാത്തതിൻ്റെ കാരണം രാക്ഷസവിദ്യയിൽ പറയുന്ന ശബ്ദ അനുമാനത്തെയോ ആശ്രയിച്ച് ഉണ്ടാകുന്നതല്ല. പ്രത്യക്ഷത്തിനും അനുമാനത്തിനും വിരുദ്ധമായ വാക്യങ്ങളാണ് ശബ്ദപ്രമാണമായിട്ട് രാക്ഷസവിദ്യയിൽ പറയുന്നത്. വേദം മുതൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാക്ഷസവിദ്യയിൽ വരെ പ്രത്യക്ഷാനുമാനങ്ങൾക്ക് വിപരീതമായ ശബ്ദത്തെ പ്രമാണമായിട്ട് പറയുന്നു. അതുകൊണ്ടാണ് വക്താവാണ് പ്രാണപ്രദൻ എന്ന് പറയുന്നത്. മനുഷ്യവിദ്യയിൽ ഒരിക്കലും വക്താവ് പ്രാണപ്രദനാണെന്ന് പറയില്ല. വക്താവിന് ഏത് പ്രമാണം കൊണ്ട് ജ്ഞാനമുണ്ടായോ ആ പ്രമാണമാണ് അയാൾ പ്രയോഗിക്കുന്ന ശബ്ദപ്രമാണത്തിന്റെ പ്രാണപ്രദൻ. ഇതിലെന്താ സംശയമുള്ളത്? അവ വക്താവല്ല ശബ്ദപ്രമാണത്തിന് പ്രാണപ്രദൻ ആയത്. ശബ്ദപ്രമാണം വക്തൃപ്രാണനീയം അല്ല. അത് പ്രത്യക്ഷ പ്രാണനീയമോ അനുമാന പ്രാണനീയമോ ആണ്. ഒന്നുകിൽ പ്രത്യക്ഷത്താൽ പ്രാണനീയമായിരിക്കുന്നു, അല്ലെങ്കിൽ അനുമാനത്തിൽ. ഇത് രണ്ടുമാണ് കൊടുക്കേണ്ടത്. പ്രാണപ്രദൻ ഒന്നുകിൽ പ്രത്യക്ഷം അല്ലെങ്കിൽ അനുമാനം. ഇങ്ങനെ ഈ പ്രത്യക്ഷ പ്രമാണത്തിന്റെ മൂലസ്വരൂപം തന്നെ മാറ്റി പറഞ്ഞിട്ടാണ് രാക്ഷസവിദ്യ ഇരിക്കുന്നത്. നിർവചനം തന്നെ മാറ്റിക്കളഞ്ഞു. ശരിയായ നിർവചനം എന്താണെന്നുള്ളത് പ്രത്യക്ഷ പ്രമാണത്തിന്റെ ലക്ഷണസൂത്രം ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാം. അപ്പൊ തൽക്കാലം ഈ പ്രാണപ്രദ പ്രാണനീയ ഭാവ സംബന്ധത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്, അവിടെ രാക്ഷസന്മാർ പറയുന്ന അയഥാർത്ഥമായ വാദം എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത്. ഇങ്ങനെ പ്രാണപ്രദ പ്രാണനീയ ഭാവ സംബന്ധം. രണ്ടാമത്തേത് ഉപജീവ്യ ഉപജീവക ഭാവ സംബന്ധം. ഉപജീവ്യം ഉപജീവകം എന്ന ഭാവത്തിലുള്ള സംബന്ധം. സിദ്ധമായ പ്രാമാണ്യത്തോടു കൂടിയ പ്രമാണത്തിന്റെ സാധനം വേറെ പ്രമാണത്തിന് അധീനമാണ് എങ്കിൽ ആ പ്രമാണത്തെ ആദ്യത്തേതിന്റെ ഉപജീവ്യം എന്ന് പറയും. ഒരു പ്രമാണത്തിന്റെ സാധനം വേറൊരു പ്രമാണത്തിന് അധീനമാണ്. അങ്ങനെ ഉപജീവ്യത്തിൽ നിന്ന് സാധനം സമ്പാദിക്കുന്ന പ്രമാണം ഉപജീവകം. സാധനം കൊടുക്കുന്ന പ്രമാണം ഉപജീവകം. സാധനം സമ്പാദിക്കുന്നത് ഉപജീവ്യം. സാധനം സമ്പാദിക്കുന്നത് ഉപജീവകം, സാധനം കൊടുക്കുന്നത് ഉപജീവ്യം. പ്രത്യക്ഷമല്ലാത്ത എല്ലാ പ്രമാണങ്ങളുടെയും സാധനം പ്രത്യക്ഷത്തിന് അധീനമാണ്.
വന്യനുമാനം, പുക കണ്ടിട്ട് തീനെ അനുമിക്കുന്നു. അവിടെ അനുമാനത്തിന്റെ സാധനം, വന്യനുമാനത്തിന്റെ സാധനം പുകയുണ്ട് എന്ന അറിവാണ്. ധൂമജ്ഞാനമാണ് സാധനം. അതുണ്ടെങ്കിലേ വന്യ എന്ന സാധ്യത്തെ സിദ്ധിക്കുള്ളൂ. അപ്പൊ പുകയുണ്ട് എന്ന അറിവ് പ്രത്യക്ഷ പ്രമാണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ പുകയുണ്ട് എന്ന പ്രത്യക്ഷത്തിൽ നിന്നാണ് വന്യാനുമാനത്തിന്റെ സാധനം കിട്ടുന്നത്. അതുപോലെ ശബ്ദബോധം ഉണ്ടാകുന്നിടത്ത് ശബ്ദബോധത്തിന്റെ അല്ലെങ്കിൽ ശബ്ദജ്ഞാനത്തിന്റെ സാധനമായ ശബ്ദം ശ്രാവണ പ്രത്യക്ഷം കൊണ്ട്, ചെവിയുടെ പ്രത്യക്ഷം കൊണ്ട് ഉണ്ടാവേണ്ടതാണ്. അതേ ശബ്ദം കേൾക്കണം, വാക്യം കേൾക്കണം. അത് കേട്ടാൽ മാത്രമേ അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവുള്ളൂ. അവിടെയും സാധനം പ്രത്യക്ഷത്തിന് അധീനമാണ്. ഇങ്ങനെ ഏത് പ്രമാണം നോക്കിയാലും പ്രത്യക്ഷമല്ലാത്ത എല്ലാ പ്രമാണങ്ങളുടെയും സാധനം പ്രത്യക്ഷത്തിന് അധീനം ആണ് എന്ന് കാണാം. അപ്പൊ പ്രത്യക്ഷം എല്ലാ പ്രമാണങ്ങൾക്കും ഉപജീവ്യം ആണ്. എല്ലാ പ്രമാണങ്ങളും പ്രത്യക്ഷോപജീവകം ആണ്, പ്രത്യക്ഷത്തെ ഉപജീവിക്കുന്നത് ആണ്. ഇനി മൂന്നാമത്തെ സംബന്ധം അനുഗ്രാഹക അനുഗ്രാഹ്യ ഭാവ സംബന്ധം. അനുഗ്രാഹകം അനുഗ്രഹിക്കുന്നത്, അനുഗ്രാഹ്യം അനുഗ്രഹിക്കപ്പെടുന്നത്. അനുഗ്രഹിക്കുന്ന ഒരു പ്രമാണം, അനുഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രമാണം. ഇതാണ് മൂന്നാമത്തെ സംബന്ധം. പ്രാമാണ്യവും സാധനവും കിട്ടിക്കഴിഞ്ഞ ഒരു പ്രമാണത്തിന് ആ പ്രമാണം സ്വീകരിക്കാൻ വേറെ ഒരു പ്രമാണം ഉപകരിക്കുന്നുവെങ്കിൽ അങ്ങനെ ഉപകരിക്കുന്ന പ്രമാണത്തെ അനുഗ്രാഹകം എന്ന് പറയുന്നു. അഭേദപ്രകരണത്തിൽ ആത്മാവ അരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യ എന്ന് പറയും. ആത്മാ മന്ദവ്യ എന്ന് കേൾക്കും. ആത്മാവ് മനനം ചെയ്യപ്പെടേണ്ടതാണ്. ഈ വാക്യം ഇത് ശബ്ദപ്രമാണമാണ്. ആത്മാ മന്ദവ്യ എന്ന ശബ്ദപ്രമാണം. ആ വാക്യം ആത്മവിജ്ഞാനത്തിൽ അനുമാനത്തെ സ്വീകരിക്കുന്നതിന് അനുഗ്രാഹകം ആവുന്നു. സംശയം ഉണ്ടാവാം, ആത്മവിജ്ഞാനത്തിൽ അനുമാന പ്രമാണത്തിന് പ്രവേശമുണ്ടോ? അനുമാന പ്രമാണം സ്വീകരിക്കാൻ പാടുണ്ടോ? അനുമാനം ആത്മവിജ്ഞാനത്തിന് പ്രമാണമാണോ അല്ലെങ്കിൽ ആത്മാവിന് പ്രമാണമാണോ എന്ന സംശയം ഉണ്ടാകുമ്പോൾ അവിടെ ആത്മാമന്തവ്യ എന്ന ശബ്ദപ്രമാണം അനുഗ്രാഹകം ആയിട്ട് വരും. അനുമാനത്തെ അനുഗ്രഹിക്കുന്നത്, അനുമാനം സ്വീകരിക്കാം എന്ന് ഈ ശബ്ദപ്രമാണം പറയുന്നു. അവിടെ ശബ്ദപ്രമാണം അനുഗ്രാഹകമാവുന്നു, അനുമാനം അനുഗ്രാഹ്യമാകുന്നു. മനനം എന്ന് പറയുന്നത് അനുമാനാധീനമാണല്ലോ. യുക്തിവിചാരം ചെയ്യുക, ഹേതുഭർ വിചാര മനനം, ഹേതുക്കളെ കൊണ്ട് വിചാരം ചെയ്യുന്നതാണ് മനനം. അപ്പം അത് അനുമാനത്തിന്റെ വിഷയമാണ്. അങ്ങനെ ആത്മവിജ്ഞാനത്തിൽ അനുമാന പ്രമാണം സ്വീകരിക്കാം എന്ന് പറയുന്ന ഈ ആത്മാ മന്ദവ്യ എന്ന വാക്യം അനുഗ്രാഹകം ആകുന്നു. അനുമാനം അവിടെ അനുഗ്രാഹ്യവും ആകുന്നു. നാലാമത്തേത് അഗ്രസര പാർഷദ ഭാവ സംബന്ധം. അഗ്രസര പാർഷദ ഭാവ സംബന്ധം. അഗ്രസരം, അഗ്രേ സരതി, അഗ്രം മുമ്പ്, സരതി പോകുന്നു, മുമ്പേ പോകുന്നത്, മുമ്പേ നടക്കുന്നത് അഗ്രസരം.
പാർഷദം അതിന്റെ പിന്നാലെ പോകുന്നത്. ഏതെങ്കിലും ഒരു പ്രമാണത്തിന് പറയുമ്പോൾ പ്രാമാണ്യം കിട്ടിക്കഴിഞ്ഞു, സാധനവും കിട്ടിക്കഴിഞ്ഞു, അനുഗ്രഹമാണെങ്കിൽ അതും കിട്ടിക്കഴിഞ്ഞു. ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞ ഒരു പ്രമാണത്തിന് പ്രവർത്തിക്കാൻ വേറെ ഏതെങ്കിലും പ്രമാണം മുമ്പേ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ, ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാലും ഈ പ്രമാണം പ്രവർത്തിക്കണമെങ്കിൽ വേറൊരു പ്രമാണം മുമ്പേ കയറി പ്രവർത്തിക്കണം. അതിന്റെ പിന്നാലെ മാത്രമേ ഇതിന് പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നിരിക്കും. ആ മുമ്പേ പ്രവർത്തിക്കേണ്ട പ്രമാണം അഗ്രസരവും അതിന്റെ പിന്നാലെ പ്രവർത്തിക്കുന്ന പ്രമാണം പാർഷദവും ആണ്. അനുമാനത്തിന് ആദ്യം പ്രവർത്തിക്കാൻ കഴിയാത്തടത്ത് ശബ്ദമോ അന്തർവേദനമോ വഴികാട്ടിയ ശേഷം പ്രവൃത്തി ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. മുമ്പേ ശബ്ദം പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അന്തർവേദനം പ്രവർത്തിക്കുന്നു. അന്തർവേദനം എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമാണ്. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അനുമാനത്തിന് പ്രവർത്തിക്കാറായി. ഇല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പിന്നാലെ പ്രവർത്തിക്കുന്ന അനുമാനം അപ്പോൾ പാർഷദമായ അനുമാനമാണ്. രാക്ഷസ വിദ്യയിലെല്ലാം അനുമാന പ്രമാണത്തെ ശ്രുതി പാർഷദം ആയിട്ട് പറഞ്ഞു കാണാം. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന അനുമാനം രാക്ഷസ വിദ്യയിൽ എങ്ങും കാണില്ല. സ്വതന്ത്ര പ്രമാണമായിട്ട് അനുമാനത്തെ രാക്ഷസ വിദ്യ കണക്കാക്കുന്നില്ല. അവിടെ എപ്പോഴും പറയുക, ശബ്ദപ്രമാണത്തിന്റെ പാർഷദമായ അനുമാനം. ഈ ശബ്ദപ്രമാണത്തെ ശ്രുതി എന്നാണ് അവർ പറയുക, ശ്രുതിച്ച കേൾക്കപ്പെട്ടത്. വൈദികന്മാര് വേദമന്ത്രങ്ങളെ ശ്രുതി എന്ന് പറയും, വേദാന്തികൾ ഉപനിഷത് മന്ത്രങ്ങളെ ശ്രുതി എന്ന് പറയും. രണ്ടുപേരുടെ അഭിപ്രായം തന്നെയാണ്, ശബ്ദമാണ് പരമപ്രമാണം, ആ പരമപ്രമാണമായത് ശ്രുതി. ഇത് രണ്ടു കൂട്ടർക്കും പൊതുവായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പൊ ശ്രുതി പാർഷദമായ അനുമാനം എന്നാണ് പറയാം. ഇത് ശ്രുതിയെ പരമപ്രമാണമാക്കി വെച്ചിട്ട് ആണ് ഇതൊക്കെ പറയുന്നത്. ശ്രുതിക്ക് മേലെ പ്രമാണമില്ല, ശ്രുതിയാണ് പരമമായ പ്രമാണം. രാക്ഷസവിദ്യ. മനുഷ്യവിദ്യയിൽ ശ്രുതി പരമപ്രമാണം പോയിട്ട് പ്രാഥമിക പ്രമാണം പോലും അല്ല. പ്രാഥമിക പ്രമാണത്വം പോലും ശബ്ദപ്രമാണത്തിന് മനുഷ്യവിദ്യ കൽപ്പിച്ചു കൊടുക്കുന്നില്ല, കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കൊടുക്കാത്തത്. മനുഷ്യവിദ്യയിൽ ശബ്ദപ്രമാണത്തിന് പാരമ്യം പോയിട്ട് പ്രാഥമ്യം പോലും ഇല്ല. ശബ്ദപ്രമാണം പ്രൈമറി എവിഡൻസ് അല്ല. പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ അറിഞ്ഞു കഴിഞ്ഞിട്ട് വേണമല്ലോ പറയാൻ. പറഞ്ഞിട്ട് വേണമല്ലോ വാക്യം ഉണ്ടാവാൻ. വാക്യം ഉണ്ടായി കഴിഞ്ഞിട്ട് വേണമല്ലോ ആ വാക്യം പ്രമാണമാവാൻ. അപ്പൊ ജ്ഞാനോത്പത്തി നേരത്തെ കഴിഞ്ഞു. ശബ്ദം പ്രയോഗിക്കുമ്പോൾ, വാക്യം പ്രയോഗിക്കുമ്പോൾ പുതിയ അർത്ഥമൊന്നും ഉണ്ടാവണില്ല, പുതിയ ജ്ഞാനം ഉണ്ടാവുന്നില്ല. ഇത് പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ അറിഞ്ഞു കഴിഞ്ഞ അർത്ഥമാണ്. പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്കാണ് ഈ ശബ്ദം പ്രമാണമാകുന്നത്. അവർക്കെങ്കിലും പ്രമാണമാകുന്നത് കൊണ്ട് ശബ്ദത്തെ പ്രമാണം എന്ന് അംഗീകരിക്കാം. പക്ഷേ അത് പ്രാഥമിക പ്രമാണമല്ല, പരമപ്രമാണം തീരെ അല്ല. അഗ്രസരമായിട്ട്
ശബ്ദത്തെ കൊണ്ടുവച്ച് ശ്രുതിപാർഷദമായ അനുമാനം. മാത്രമല്ല, ശ്രുതിപാർഷദമായ അനുമാനത്തിന് മാത്രമേ സാധുത ഉള്ളൂ രാക്ഷസ വിദ്യയിൽ, അല്ലാത്തതിനില്ല. ശ്രുതിക്ക് വിരുദ്ധമായ അനുമാനത്തെ മാത്രമല്ല, പ്രത്യക്ഷത്തെയും കൂടി തള്ളിക്കളയണം എന്നാണ് രാക്ഷസ വിദ്യയുടെ വാദം. ശ്രുതിക്ക്, ശബ്ദപ്രമാണത്തിനെതിരായ അനുമാനത്തെയും പ്രത്യക്ഷത്തെയും തള്ളിക്കളയണം. അത് യഥാർത്ഥ ജ്ഞാനമാവില്ല. രാക്ഷസവിദ്യ മതമാണ് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് വേണോ? മതത്തിന്റെ നിലപാടാണ് ഈ പുസ്തകത്തിൽ പറയുന്നതാണ് അങ്ങേറ്റത്തെ ശരി. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് ഭിന്നമായിട്ട് പ്രത്യക്ഷമുണ്ടായാൽ പ്രത്യക്ഷം തെറ്റ്, ഭിന്നമായിട്ട് അനുമാനമുണ്ടായാൽ ആ അനുമാനവും തെറ്റ്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം ശരി. ഇതിന്റെ പേരാണ് മതഭ്രാന്ത് എന്ന്. ഈ മതഭ്രാന്തോടുകൂടിയ മതങ്ങളാണ് ഈ രാക്ഷസ വിദ്യ, വേദം, തന്ത്രം മുതലായ എല്ലാ വിദ്യകളും. മതങ്ങളാണ്. മതങ്ങളായതുകൊണ്ട് അത് ഭ്രാന്തും ആണ്, അത് മതഭ്രാന്താണ്. അതിൻ്റെ വാദമാണ് അനുമാനം ശ്രുതിപാർഷദമായാൽ മാത്രം സാധുവായ അനുമാനം, അല്ലെങ്കിൽ അസാധുവാണ്. അത് അനുമാന ആഭാസമാണെന്ന് പറയുന്നത്. അനുമാനമല്ല, അനുമാനം പോലെ തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വാസ്തവത്തിൽ അനുമാനമല്ല. ഇതാണ് വാദം. ഓ, ഇങ്ങനെ ഈ ശബ്ദത്തെ അഗ്രസരമായിട്ട് കൊണ്ടുവച്ചത് രാക്ഷസവിദ്യയുടെ സ്വഭാവ വിശേഷമാണ്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ അഗ്രസരം പ്രത്യക്ഷമാണ് എന്ന് പറയാമായിരുന്നു, അനുമാനമാണ് എന്ന് പറയാമായിരുന്നു. ഏതെങ്കിലും ഒരു പ്രമാണത്തിന് പ്രവർത്തിക്കാൻ വേറൊരു പ്രമാണം മുമ്പേ പ്രവർത്തിക്കണം. അങ്ങനെ മുമ്പേ പ്രവർത്തിക്കുന്നത് പ്രത്യക്ഷമല്ലാത്തതിന് പ്രത്യക്ഷം മുമ്പേ പ്രവർത്തിക്കാം. പ്രത്യക്ഷം പ്രവർത്തിച്ചാൽ പിന്നെ വേറെ പ്രമാണത്തിന്റെ ആവശ്യമില്ല, അത് വേറെ വിഷയം. അങ്ങനെ പ്രത്യക്ഷം കൊണ്ട് അറിയാൻ പറ്റാത്തതിനാണ് നമുക്ക് വേറെ പ്രമാണം വേണ്ടത്. ആ വേറെ പ്രമാണമാണ് അനുമാനം. പ്രത്യക്ഷവും അനുമാനവുമാണ് മൗലികമായ പ്രമാണങ്ങൾ. ഇവ രണ്ടുമാണ് പ്രാഥമിക പ്രമാണങ്ങൾ. അതുകൊണ്ടാണ് വൈശേഷികൻ, കണാദൻ പ്രമാണങ്ങൾ രണ്ടേ ഉള്ളൂ എന്ന് പറയുന്നത്. അതേ ശബ്ദത്തെ പ്രമാണമായിട്ട് കണക്കില്ല. പ്രത്യക്ഷം, അനുമാനം എന്ന പ്രമാണങ്ങൾ രണ്ട്. ഈ രണ്ടുകൊണ്ട് അറിഞ്ഞതിനെ ഇനി നിങ്ങൾക്ക് വാക്കുകൊണ്ട് പറയാം, അത് എഴുതി വയ്ക്കാം. പക്ഷെ അത് ഇതുകൊണ്ടാണല്ലോ അറിഞ്ഞത്. അപ്പൊ ആ അറിവുണ്ടാക്കാൻ പ്രവർത്തിച്ച പ്രമാണം ഏതാണ്? അത് ഈ പ്രത്യക്ഷമോ അനുമാനമാണ്. ശബ്ദം സ്വതന്ത്രമായിട്ട് പ്രമാണമല്ല. അതുകൊണ്ട് ശബ്ദപ്രമാണം എന്ന് പ്രമാണം ഇല്ല. അപ്പൊ ന്യായശാസ്ത്രത്തിൽ തന്നെ വേറെ പ്രമാണം പറയണ്ടല്ലോ എന്ന് പറയാൻ അതൊക്കെ അനുമാനത്തിന്റെ അവാന്തരങ്ങളാണ്. അത് ഞാൻ അനുമാനത്തിൽ ഉൾപ്പെടുത്തി കാണിക്കാതിനെ. അനുമാനത്തിന്റെ വകഭേദങ്ങൾ മാത്രമാണ് ബാക്കിയൊക്കെ. അതുകൊണ്ട് പ്രത്യക്ഷം, അനുമാനം എന്ന് രണ്ടേ ഉള്ളൂ പ്രമാണങ്ങൾ എന്ന് കണാദൻ സിദ്ധാന്തിക്കുന്നു. മനുഷ്യവിദ്യയുടെ നിലപാട് ഇതാണ്. പ്രത്യക്ഷം, അനുമാനം, അതുകൊണ്ടുണ്ടായ ജ്ഞാനം പറയുമ്പോൾ അത് ശബ്ദപ്രമാണം. അത് സാധുവായ പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ ഉണ്ടായതാണ് എങ്കിൽ മാത്രമേ അത് സാധുവാവുള്ളൂ, അപ്പോഴേ അത് പ്രമാണമുള്ളൂ. അപ്പൊ അനുമാനം ഉണ്ടാകണമെങ്കിൽ, ആ അനുമാനം സാധുവാകണമെങ്കിൽ അതിന് വ്യാപ്തിജ്ഞാനത്തിന്റെ കാരണമായ പ്രത്യക്ഷം ഉണ്ടായിരിക്കണം. അങ്ങനൊരു പ്രത്യക്ഷം കൊണ്ടല്ലാതെ ഉണ്ടാകുന്ന അനുമാനം ശരിയായ അനുമാനമല്ല. അതുപോലെ
സാധുവായ പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ ഉണ്ടായതല്ലാത്ത ജ്ഞാനം ഏതെങ്കിലും വാക്യത്തിൽ പറഞ്ഞ ആ വാക്യം ശബ്ദപ്രമാണമാവില്ല. ഇതാണ് മനുഷ്യവിദ്യയുടെ നിലപാട്. അപ്പൊ ശ്രുതിപാർഷദമായ അനുമാനമാണ് എന്ന് രാക്ഷസവിദ്യയുടെ വാദം. ഇനി വേറൊരു വിശേഷം കൂടിയുള്ളത്, രാക്ഷസവിദ്യയിലേക്ക് വരുമ്പോ ഈ ആത്മവിഷയത്തിൽ ആർക്കും വ്യാപ്തി ജ്ഞാനമില്ലാത്തത് കൊണ്ട് അവിടെ അനുമാനം പ്രമാണമേ ഇല്ല എന്നൊരു വാദം അതിനകത്ത് ഉന്നയിക്കുന്നത്. അനുമാനം ഇല്ല, കാരണം വ്യാപ്തിജ്ഞാനം ഇല്ല. ആത്മാവിന് എന്തിനോടാ വ്യാപ്തി? പരബ്രഹ്മത്തിന് എന്തിനോടാണ് വ്യാപ്തി? വ്യാപ്തിയില്ലാത്തത് കൊണ്ട് അനുമാനവും ഇല്ല എന്നാണ് വാദം. പക്ഷെ ഇങ്ങനെ വാദിക്കുന്ന വേദാന്തികൾ ഈ ആത്മാ മന്തവ്യ എന്ന ശ്രുതിയെ ശ്രുതിയായിട്ട് അംഗീകരിക്കുന്നു. അതാണ് അത്ഭുതം. എന്നാൽ ഈ ശ്രുതിയെ തള്ളിക്കളയണ്ട. ഇത് ശരിയായ ശ്രുതിയല്ല, ഇത് ശരിയായ ശബ്ദപ്രമാണമല്ല. കാരണം ഇവിടെ മനനം ചെയ്യാൻ പറയുന്നുണ്ട് ആത്മാവിന്, അനുമാന പ്രമാണം സ്വീകരിക്കാൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ വ്യാപ്തിജ്ഞാനം ഇല്ല, അതുകൊണ്ട് അനുമാനവും ഇല്ല എങ്കിൽ ഈ ആത്മാ മന്തവ്യ എന്ന ശ്രുതി തെറ്റാണ് എന്ന് പറയണം. അത് തള്ളിക്കളയണം. അതിനെ അംഗീകരിക്കുകയും പിന്നെയും വ്യാപ്തിജ്ഞാനം ഇല്ല, അവിടെ ഒരു അനുമാനവും പ്രവർത്തിക്കുക എന്ന് പറയുന്ന കഷ്ടമാണ്. ഈ ഇരട്ടത്താപ്പും രാക്ഷസ വിദ്യയിൽ ധാരാളമായിട്ട് കാണാം. നമുക്ക് ഈ മനനം എന്ന് പറയുന്ന ഒരു ക്രിയ, ശ്രവണം മനനം നിധ്യാസനം, തന്നെ ജ്ഞാനയോഗം എന്നാണ് വിളിക്കുക. ജ്ഞാനയോഗത്തിന്റെ പദ്ധതിയാണ് ശ്രവണം മനനം നിധിധ്യാസനം. കേൾക്കുക, മനനം ചെയ്യാൻ, നിധിധ്യാസിക്കുക. ഇവിടെ എന്താണ് മനനം? ഈ മനനം എന്ന് പറയുന്ന യുക്തി വിചാരമാണ്. ഹേതുഭിർ വിചാര മനനം. എന്തിനാണ് ഹേതുക്കളെ കൊണ്ട് വിചാരം ചെയ്യുന്നത്? യുക്തി വിചാരം ചെയ്യുന്നത്. യുക്തി വിചാരം ചെയ്യുന്നത് ഈ കേട്ട വാക്യത്തിന്റെ അർത്ഥം തെറ്റാണോ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. മനനത്തിന്റെ പ്രയോജനം വാക്യാർത്ഥ ശോധനമാണ്. വാക്യാർത്ഥത്തെ യുക്തി കൊണ്ട് പരീക്ഷിക്കുന്നു. ഇത് യുക്തിക്ക് നിരക്കുന്നതാണോ അല്ലയോ? ഇതിന് അനുകൂലമായിട്ട് എന്തെല്ലാം യുക്തികളുണ്ട്, പ്രതികൂലമായിട്ട് എന്തെല്ലാം യുക്തികളുണ്ട്. ഈ അനുകൂല യുക്തികളെയും പ്രതികൂല യുക്തികളെയും പ്രയോഗിച്ച് നോക്കിയാൽ ഏത് യുക്തിയാണ് ജയിക്കുക? വാക്യാർത്ഥത്തിന് അനുകൂലമായ യുക്തിയാണ് ജയിക്കുന്നത് എങ്കിൽ ഈ വാക്യാർത്ഥത്തെ പ്രമാണമാക്കാം. പ്രതികൂല യുക്തിയാണ് ജയിക്കുന്നത് എങ്കിൽ ഈ വാക്യാർത്ഥം തെറ്റാണ്, അപ്രമാണമാണ് ഈ വാക്യം എന്ന് വരും. അപ്പൊ ഇത് പ്രമാണമല്ല എന്ന് വരും. ഇതിനാണ് മനനം ചെയ്യുന്നത്. മനനം വേറെ എന്തിനാ? ഈ വാക്യത്തിന്റെ അർത്ഥം ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ മനനം ചെയ്യേണ്ട ആവശ്യമില്ല. വാക്യം ശ്രവണം മാത്രം മതി. അപ്പൊ ജ്ഞാനയോഗത്തിന് ശ്രവണം എന്നൊരു അംഗമേ ഉണ്ടാവുള്ളൂ. മനനം നിധിധ്യാസനം അംഗങ്ങൾ ഉണ്ടാവില്ല. ശ്രവണം മനനം നിധിധ്യാസനം എന്ന് പറഞ്ഞത് ഈ കേട്ട വാക്യത്തിന്റെ അർത്ഥത്തെ യുക്തി വിചാരം ചെയ്ത് യുക്തിക്ക് നിരക്കുന്നതാണോ അല്ലയോ എന്ന് പറയുമ്പോ മുമ്പ് യുക്തികൾ ഉപയോഗിച്ച് പരീക്ഷിച്ച് ശരിയും തെളിഞ്ഞ ഒരുപാട് ജ്ഞാനം നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. പൂർവാർജിത ജ്ഞാനമുണ്ട്, പൂർവജ്ഞാനമുണ്ട്. അതെല്ലാമായിട്ട് ചേർത്ത് നോക്കും. അതുകൊണ്ടാണ് സാമാന്യമായിട്ട് പ്രമാണ പരീക്ഷ ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ശബ്ദപ്രമാണത്തെ എപ്പോഴും പ്രമാണ പരീക്ഷ ചെയ്ത് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പ്രമാണ പരീക്ഷ ചെയ്ത് തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കുമ്പോഴാണ് അത് ശരിയായ ജ്ഞാനമായി തീരുന്നത്.
അപ്പോൾ ആ ജ്ഞാനം നമുക്ക് മനസ്സിൽ സാക്ഷാത്കരിക്കാൻ പറ്റും. മനസ്സിന് കാണാൻ കഴിയും ഇത് ശരിയാണ്, ഇതാണ് നിധിധ്യാസനം, മാനസ പ്രത്യക്ഷമാണ് നിധിധ്യാസനം. അങ്ങനെ ആകുമ്പോൾ ഈ ശബ്ദജ്ഞാനത്തിൽ നിന്ന് നമുക്ക് ശരിയായ അറിവ് ഉണ്ടാകുന്നു. അത് നമ്മെ സംബന്ധിച്ചോളം നമുക്ക് പ്രത്യക്ഷമാണ്, കാരണം നമ്മുടെ മാനസ പ്രത്യക്ഷമാണുള്ളത്. അപ്പൊ എപ്പോഴും മാനസ പ്രത്യക്ഷമായിട്ടാണ് അറിവുണ്ടാകുന്നത്, വേറൊരു രൂപത്തിലും അറിവുണ്ടാവില്ല. അറിവ് എന്ന് പറഞ്ഞാൽ അതെപ്പോഴും മാനസ പ്രത്യക്ഷമാണ്. ശബ്ദം പ്രയോഗിച്ചാലും മാനസ പ്രത്യക്ഷമായിട്ടാണ് അറിവുണ്ടാവുക. ഇന്ദ്രിയങ്ങളെ കൊണ്ട് നേരിട്ട് അറിഞ്ഞാലും ഇന്ദ്രിയ പ്രത്യക്ഷം ഉണ്ടായാൽ അതും മാനസ പ്രത്യക്ഷമായിട്ട് തന്നെയാണ് അതിൻ്റെ ജ്ഞാനം ഉണ്ടാവുന്നത്. അനുമാനം ചെയ്താലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അറിവ് ഏതും മാനസ പ്രത്യക്ഷമാണ്. മനസ്സുകൊണ്ട് സാക്ഷാത്കരിക്കാത്ത ഒന്നും അറിവല്ല. അതുകൊണ്ടാണ് അനുഭവം മാത്രമാണ് അറിവ് എന്ന് പറയാറുള്ളത്. ഇങ്ങനെ വ്യാപ്തിയെ ആശ്രയിക്കാതെ, പലപ്പോഴും ശരിയായ വ്യാപ്തി കൂടാതെ ഈ ശ്രുതിപാർഷദമായ അനുമാനം എന്ന് പറഞ്ഞ് അനുമാന ആഭാസങ്ങൾ പ്രയോഗിക്കുന്നത് കപടശാസ്ത്രങ്ങളുടെ രീതിയാണ്, രാക്ഷസവിദ്യയുടെ രീതിയാണ്. അതാണ് ഈ ശ്രുതിപാർഷദത്വം വിധിക്കുന്ന രാക്ഷസവിദ്യയുടെ സമീപനത്തിൽ നമ്മൾ കാണുന്നത്. ഇങ്ങനെ പ്രമാണങ്ങളുടെ പരസ്പര ബന്ധം ചർച്ച ചെയ്തു. ഇനി പ്രമാണങ്ങളുടെ ബാധ്യബാധക ഭാവമാണ്, അത് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. പിന്നെ ഇതിൽ എന്തെങ്കിലും ചോദിക്കാമെങ്കിൽ ചോദിക്കാം.